നമുക്ക് രണ്ട് വാചകങ്ങൾ എടുത്ത് പരിശോധിക്കാം. ഇംഗ്ലീഷിലെ രണ്ട് വാചകങ്ങൾ എടുത്ത് പരിശോധിക്കാം. അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്. ഐ ആം വെയിറ്റിംഗ് ഹിയർ. ഐ ആം വെയിറ്റിംഗ് ഹിയർ. ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും ഒരാൾ നിങ്ങളെ കാണുമ്പോൾ പറയാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാത്തു നിൽക്കുകയാണെന്ന്. ഐ ആം വെയിറ്റിംഗ് ഹിയർ. ഇയാൾ ഇങ്ങനെയാണ് പറയുന്നെങ്കിലോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്, ഐ ആം വെയിറ്റിംഗ് ഹിയർ. രണ്ടാമത്തത് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. ഏത് പറയുന്നതാണ് കൂടുതൽ ശരി? ഈ രണ്ട് രീതിയിൽ പറയുമ്പോഴും അയാൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ രണ്ടാമത്തത് പറയുമ്പോൾ ഒന്ന് വ്യക്തമാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കുറച്ച് സമയമായി കാത്തു നിൽക്കുന്നത്. അതൊരു പക്ഷേ അരമണിക്കൂറാവാം, അതൊരു പക്ഷേ 1 മണിക്കൂറാവാം, അല്ലെങ്കിൽ 10 മിനിറ്റ് ആവാം. ഇനി അയാൾ പറയുകയാണ്, അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് അതും കൂടെ ഐ ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഹാഫ് ആൻ അവർ. ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവും, അരമണിക്കൂറായി ഞാൻ കാത്തു നിൽക്കുന്നു, രാവിലെ മുതലുണ്ട് ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഐ ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ്. ആദ്യം പറഞ്ഞത് ഫോർ ഹാഫ് ആൻ അവർ, രണ്ടാമത് പറഞ്ഞത് സിൻസ് മോർണിംഗ്. രണ്ടും രണ്ട് വാക്കുകൾ. സിൻസ്, ഫോർ, അത് ഉപയോഗിക്കുന്നതും നമ്മൾ പഠിക്കണം. സിൻസിന് ശേഷം ഒരു പോയിന്റ് ഓഫ് ടൈമാണ് സിൻസ് മോർണിംഗ്. മോർണിംഗ് എന്ന ഒരു പോയിന്റ് ഓഫ് ടൈം, അത് മുതലാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. ആദ്യത്തെ ഇതിൽ പറഞ്ഞത് ഫോർ ഹാഫ് ആൻ അവർ, അരമണിക്കൂറായി. അതൊരു പീരീഡാണ് പറഞ്ഞത്, ഒരു കാലയളവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. ഐ ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറയുമ്പോൾ ഐ എന്ന സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു, അതിനുശേഷം ഹാവ് ബീൻ ഉപയോഗിച്ചു, അതിനുശേഷം ING പറഞ്ഞു, എന്നിട്ട് ഫോറോ സിൻസോ വെച്ചിട്ട് ശ്രദ്ധിക്കണം. സിൻസിന് ശേഷം പോയിന്റ് ഓഫ് ടൈം, ഫോറിന് ശേഷം ഒരു സോ ഇതൊരു ടെക്നിക്കൽ നോളജ് പഠിക്കുന്നത് പോലെയായി അല്ലേ? പക്ഷെ അറിയണം, നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസം അറിയണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് നാളായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വേണം സംസാരിക്കാൻ. ഐ ബീൻ വർക്കിംഗ് ആസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചർ ഫോർ ദ ലാസ്റ്റ് 18 years. ഐ ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 3 years. കഴിഞ്ഞ 3 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഷി ഹാസ് ബീൻ സ്റ്റേയിങ് ഇൻ ഹോസ്റ്റൽ ഫോർ ദ ലാസ്റ്റ് 2 months. 2 മാസമായി ഹോസ്റ്റലിൽ താമസിക്കും. ഹാവ് ബീൻ INGക്ക് വേറൊരു ഉപയോഗം കൂടിയുണ്ട്. എന്താണത്? ഇറ്റ്സ് റെയിനിങ് നൗ. ഇപ്പം മഴ പെയ്യുകയാണ്. ഇറ്റ്സ് ബീൻ റെയിനിങ് ഹിയർ. ഇറ്റ്സ് ബീൻ റെയിനിങ് ഹിയർ. ഇറ്റ്സ് ബീൻ എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാവാതിരിക്കരുത്. ഇറ്റ് ഹാസ് ബീൻ എന്നത് ഷോർട്ട് ആക്കിയിട്ടാണ്. ഇറ്റ്സ് ബീൻ റെയിനിങ് ഹിയർ എന്ന് പറഞ്ഞാൽ മഴ കുറേ നേരം പെയ്ത് ഇപ്പം തീർന്നതേ ഉള്ളൂ എന്നും അർത്ഥമുണ്ട്. രണ്ടാമത്തെ ഉപയോഗമാണ്. ഒന്നാമത്തെ ഉപയോഗം കുറേ നേരമായി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഉപയോഗം നേരത്തെ തുടങ്ങി ജസ്റ്റ് തോർന്നതേ ഉള്ളൂ, ജസ്റ്റ് ഇത് ചെയ്ത് തീർന്നതേ ഉള്ളൂ. ഒരാൾ നന്നായി കിതക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തിരിക്കുക, നിങ്ങൾ പോയി ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻ ടു യു, വാട്ട്സ് റോങ് വിത്ത് യു. അയാൾ പറയാണ് ഐ ബീൻ റണ്ണിങ്. ഞാൻ ഇത്രയും നേരം ഓടുകയായിരുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഓടുന്നില്ല കേട്ടോ. ഐ ബീൻ റണ്ണിങ് എന്നും ഇതിനെ ഉപയോഗിക്കാം. സോ ഐ ബീൻ ലുക്കിംഗ് ഫോർ എ ജോബ് സിൻസ് ഐ കംപ്ലീറ്റഡ് മൈ ഡിഗ്രി. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പം മുതൽ ഒരു ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Alright, so and I haven't got a job yet. ഇതുവരെ എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. I'm still looking for a job. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം, കിട്ടിയ ഉടനെ നമുക്ക് പറയാം. So I've been looking for a job since the completion of my degree. Now I got it. Okay, like that. So, he has been working with me. He has been working with me for 5 years. 5 വർഷമായി അയാൾ എൻ്റെ കൂടെ ജോലി ചെയ്യുകയാണ്. Alright. താഴെ നിങ്ങൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ്
ഐ ഹാവ് ബീൻ ING വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഇവിടെ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കട്ടെ അത് കറക്റ്റ് ആണോ നോക്കട്ടെ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ എന്നൊരു ചോദ്യമുണ്ട്. സബ്ജക്റ്റിന് ശേഷം ഹാവ് ബീൻ ആണോ ഹാസ് ബീൻ ആണോ ഉപയോഗിക്കേണ്ടതെന്ന്. സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കണം, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കണം. ഐ, യു, ദേ, വി. ഐ ഹാവ് ബീൻ, വി ഹാവ് ബീൻ, യു ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ. അതുപോലെ പ്ലൂറൽ നൗൺസും സബ്ജക്റ്റിൽ വരുന്ന സമയത്ത് മൈ ബ്രദേഴ്സ് ഹാവ് ബീൻ, മൈ ഫ്രണ്ട്സ് ഹാവ് ബീൻ, ING ഹാവ് ബീൻ ആണ് അവിടെ വേണ്ടത്. സിംഗുലർ വരുമ്പോൾ എപ്പോഴും ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, ഇറ്റ്സ് ബീൻ, മൈ ഫ്രണ്ട് ഹാസ് ബീൻ, മൈ മാനേജർ ഹാസ് ബീൻ, അങ്ങനെ പറയാം.